സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് തുടങ്ങിയവയുടെ പരീക്ഷകൾ ഇതാ വരാൻ പോവുകയാണ് അല്ലെ? പക്ഷേ പരീക്ഷയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിലും പഠിത്തം എവിടെ തുടങ്ങും, എങ്ങനെ തുടങ്ങും എന്നൊക്കെയുള്ള സംശയങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എങ്കിൽ അത്തരത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന സ്റ്റാർട്ടിംഗ് ട്രബിൾ എങ്ങനെ മറികടക്കാം എന്ന് നമുക്ക് നോക്കാം. എത്ര എഫേർട്ട് എടുത്താലും ജോലി കിട്ടുമോ എന്നുള്ള ഭയം, അത് നിങ്ങളെ നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടങ്ങി വെക്കുന്നതിൽ നിന്ന് തന്നെ പിന്തിരിപ്പിച്ചേക്കാം. എങ്ങാനും കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് പഠിക്കണം എന്ന ചോദ്യം അത് മനസ്സിൽ വന്നാൽ പഠിത്തത്തെ തീർച്ചയായും ബാധിച്ചേക്കാം. അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ സംശയങ്ങളുടെ സോഴ്സ് എന്താണെന്ന് മനസ്സിലാക്കുക എന്നതാണ്. എന്തൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് സെൽഫ് ഡൗട്ട് വരാനുള്ള കാരണങ്ങൾ, അതെന്തൊക്കെയെന്ന് മനസ്സിലാക്കി അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുക. ആ സെൽഫ് ഡൗട്ടിനെ മറികടന്ന് എങ്ങനെ റിസൾട്ട് ഓറിയന്റഡ് അല്ലാതെ തന്നെ പഠനം ആരംഭിക്കാം എന്നുള്ളത് മനസ്സിലാക്കുക. അതിനായി നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ കൃത്യമായി ബ്രേക്ക് ഡൗൺ ചെയ്യുക, പ്രസന്റിൽ ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ട്രെങ്ത്തും ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റ്സും ഒക്കെ എന്തെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇത്രയും വലിയൊരു സിലബസ് എങ്ങനെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കവർ ചെയ്യും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ശരിയാണ്, അത് വലിയൊരു ചലഞ്ച് തന്നെയാണ്. പക്ഷേ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള, അതായത് വ്യക്തിഗതമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് അപ്രോച്ചിലൂടെ നിങ്ങൾക്കതിനെ മറികടക്കാൻ സാധിക്കും. അതിനായി ആദ്യം തന്നെ ഹൈ വെയിറ്റേജ് ഉള്ള ടോപ്പിക്കുകളിൽ ഫോക്കസ് ചെയ്യുക. ഉദാഹരണത്തിന് പ്രിലിംസിനും മെയിൻസിനും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ഒരുപോലെ പഠിക്കേണ്ട ചില സബ്ജക്റ്റുകൾ, ജനറൽ നോളജിന്റെ അകത്ത് വരുന്ന പൊളിറ്റി, ഹിസ്റ്ററി, കറണ്ട് അഫയേഴ്സ്, മാത്സ്, റീസണിംഗ്, ഇംഗ്ലീഷ്, മലയാളം ഇവയൊക്കെയാണ് പ്രയോറിറ്റി ടോപ്പിക്കുകൾ. അതുപോലെ SI എക്സാമിന് ഇവ കൂടാതെ ജനറൽ സയൻസും ക്രിമിനൽ ലോസും ഒക്കെ പ്രയോറിറ്റിയായി തന്നെ വരുന്നു. സോ ഈ ടോപ്പിക്കുകൾ മനസ്സിലാക്കി അവയ്ക്ക് പരിഗണന നൽകിക്കൊണ്ട് പഠിച്ചു തുടങ്ങുക, പ്രിലിംസിനും മെയിൻസിനുമായി തന്നെ. പിന്നെ ടൈം കൃത്യമായി മാനേജ് ചെയ്യുക, സ്മാർട്ട് ലേണിംഗ് ടെക്നിക്സുകളെ ഉപയോഗപ്പെടുത്തുക, കറണ്ട് അഫയേഴ്സിൽ എപ്പോഴും അപ്ഡേറ്റ് ആയി തന്നെ ഇരിക്കുക എന്നതൊക്കെയാണ് മറ്റു കാര്യങ്ങൾ. പ്രിലിംസും മെയിൻസും ഒരുമിച്ച് പഠിക്കാൻ സാധിക്കും, തീർച്ചയായും സാധിക്കും. പ്രത്യേകിച്ച് ഇവ രണ്ടിലും വരുന്ന ടോപ്പിക്കുകൾ ചിലതൊക്കെ ഓവർലാപ്പ് ചെയ്യുന്ന സാഹചര്യത്തിൽ അതിന് മറ്റൊരു സംശയത്തിന്റെ ആവശ്യമില്ല. പിന്നെ രണ്ടും കൂടി ഒരുമിച്ച് പഠിക്കുമ്പോൾ തുടക്കം മുതലേ നിങ്ങൾക്ക് കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കിയെടുക്കാൻ അത് സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് കോമൺ ടോപ്പിക്കുകൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കി രണ്ടിനുമുള്ള പ്രിപ്പറേഷൻ ഒരുമിച്ച് തന്നെ തുടങ്ങുക. GKയും മാത്സും റീസണിങ്ങും ഇംഗ്ലീഷും മലയാളവും ഒക്കെ എങ്ങനെ ബാലൻസ് ചെയ്ത് പഠിക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതിനായി ഏത് ടോപ്പിക്കിലാണ് നിങ്ങൾക്ക് കൂടുതൽ സമയം വേണ്ടത് എന്നത് സിലബസിനെ മനസ്സിലാക്കി കൃത്യമായി തരം തിരിച്ച് ഓരോ സബ്ജക്റ്റിനുമുള്ള ടൈം അലോക്കേറ്റ് ചെയ്യുക. അങ്ങനെ ഒരു ബാലൻസ്ഡ് ടൈം ടേബിളിലൂടെ പരീക്ഷയെ മറികടക്കാൻ ശ്രമിക്കുക. ഒരു വീക്ക്ലി സ്റ്റഡി പ്ലാനും ഒരു മന്ത്ലി സ്റ്റഡി പ്ലാനും ഓവറോൾ ടാർഗറ്റ് പ്ലാനും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. റെഗുലർ ആയിട്ടുള്ള റിവിഷനും പ്രാക്ടീസും ഒക്കെ നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പ്രാക്ടീസ് ടെസ്റ്റുകളെ എങ്ങനെ സമീപിക്കാം എന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. അതിനായി ആദ്യം ബേസിക്സിൽ നിന്ന് തന്നെ തുടങ്ങാം. അതായത് ആദ്യം തന്നെ എക്സാം പാറ്റേൺ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുക. എത്ര സെക്ഷനുകളുണ്ട്, എന്തൊക്കെ ടൈപ്പ് ചോദ്യങ്ങളാണുള്ളത്, ടോട്ടൽ മാർക്ക് വരുന്നത് എത്രയാണ്, കൃത്യമായി സമയത്തിനുള്ളിൽ എങ്ങനെ ഈ പരീക്ഷ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും മുടങ്ങാതെ നിങ്ങൾ പ്രാക്ടീസ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പ്രാക്ടീസ് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ശരിക്കുമുള്ള എക്സാം കണ്ടീഷൻസ് സിമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഒരു ഡെസ്കിൽ ഇരുന്ന് ടൈമർ സെറ്റ് ചെയ്ത് ഡിസ്ട്രാക്ഷൻസ് എല്ലാം ഒഴിവാക്കിക്കൊണ്ട് തന്നെ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ പരീക്ഷയ്ക്ക് നമുക്ക് വാച്ച് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല എന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ പതുക്കെ പതുക്കെ അതിനനുസരിച്ച് നിങ്ങൾ മാനസികമായും കൂടെ തയ്യാറെടുക്കുക. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് SI പരീക്ഷകളിലൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആവർത്തിക്കാനുള്ള സാധ്യതയും കൂടുതലായതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി
സ്വയം പഠിക്കുന്നതാണോ അതോ കോച്ചിങ് ആണോ നല്ലതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. സത്യം പറഞ്ഞാൽ രണ്ടിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. നിങ്ങളുടെ പ്രിഫറൻസുകൾക്കനുസരിച്ചാണ് നിങ്ങൾ ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കേണ്ടത്. ഉദാഹരണത്തിന്, നിങ്ങൾ ഡിസിപ്ലിനും മോട്ടിവേഷനും ഒക്കെ കാത്തു സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ മാറുന്ന ട്രെൻഡിനനുസരിച്ച് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ ലഭിക്കാൻ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെന്റർഷിപ്പ് തന്നെയാണ് നിങ്ങൾക്കുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. നമ്മൾ സ്വയം പഠിക്കുന്നതിനോടൊപ്പം ഒരു ആഡഡ് കോംപ്ലിമെന്റ് ആയിട്ട് മെന്റർഷിപ്പ് സമയം ലാഭിക്കുവാൻ തീർച്ചയായും നമ്മളെ സഹായിക്കും. ഇങ്ങനെ ഒരു ഫുൾ ടൈം സപ്പോർട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എൻട്രിക്ക് അക്കാര്യത്തിൽ നിങ്ങളെ കൃത്യമായി സഹായിക്കാൻ സാധിക്കും. എൻട്രിയുടെ മെറ്റിക്കുലസ് സ്റ്റഡി പ്ലാനും എക്സ്പേർട്ട് മെന്റേഴ്സും കൂടി ചേർന്ന് നിങ്ങൾക്കത് സാധ്യമാക്കി തരും. പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അവയെ ഫിൽറ്റർ ചെയ്തെടുത്താണ് ഇവിടെ മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നത്. സോ ഇനി എന്തായാലും ഡിസ്ട്രാക്ഷനുകളൊക്കെ ഒഴിവാക്കുക. കൃത്യമായി ഗോളുകൾ സെറ്റ് ചെയ്ത് ഒരു സ്റ്റഡി പ്ലാനോടുകൂടി തന്നെ മുന്നോട്ട് പോകുക. ഓർക്കുക, റിസൾട്ടിലല്ല, എപ്പോഴും പ്രോസസ്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഇനി പ്രോസസ്സ് കൃത്യമായാലോ റിസൾട്ട് താനെ ഉണ്ടായിക്കോളും. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകളേകാൻ കൂടെയുണ്ട് ഞാനും എൻട്രിയും.